ദൈവത്തിന് മഹത്വം. ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. 23-ാം സങ്കീർത്തനത്തിൽ നിന്ന് ആ പച്ചപ്പുൽമേടുകളെ കുറിച്ച് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാനിടയായല്ലോ. നല്ല ഇടയനെ കുറിച്ച് ചിന്തിപ്പാനിടയായി. വീണ്ടും അവിടെ പറയുന്നത് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തിലേക്ക് നടത്തുന്ന ഇടയൻ. അതേപോലെ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന അനുഭവം. നാം ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൽ പകൽ അന്ത്യോളം പണിയെടുത്ത് കിട്ടുന്നതായ ആ വേതനം മദ്യത്തിനു വേണ്ടി കൊണ്ട് ചെലവിടുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരുടെ ആരോഗ്യം നശിക്കുന്നു, മാനം പോകുന്നു, കുടുംബം നശിക്കുന്നു. ഇന്നത്തേതിൽ ഒരുപക്ഷെങ്കിൽ വലിയ മാരകമായ തെറ്റുകൾ ചെയ്ത് അവർ കൽത്തുറുങ്കുകളിൽ അടയ്ക്കപ്പെടുകയോ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതായ അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് ഈ ലോകത്തിലെ പല അനുഭവങ്ങളിലേക്കും മനുഷ്യൻ വഴുതി വീഴുമ്പോൾ ഉണ്ടാകുന്ന, മദ്യത്തിലേക്ക് അവൻ മയങ്ങി വീഴുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ. എന്നാൽ ഇവിടെ പറയുന്നതായ ആ സ്വസ്ഥതയുള്ളതാകുന്ന വെള്ളം, അത് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ജീവജലമാണ്. അത് പ്രാണനെ തണുപ്പിക്കുന്നതാണ്. കർത്താവ് ആ ശമരിയ സ്ത്രീയോട് പറയുമ്പോൾ, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല, അത് നിത്യജീവങ്കലേക്ക് പൊങ്ങി വരുന്ന ഉറവയാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ, അവളുടെ തെറ്റുകളെല്ലാം പറഞ്ഞപ്പോൾ അവൾ ആ ആത്മനാഥനെ കണ്ടുമുട്ടുവാൻ, ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നു. മാത്രമല്ല അവള് ആ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് കടന്നു ചെന്ന് അവള് അനേകരോട് ആ കാര്യം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുന്നതാണല്ലോ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതേവരെയും ലോകത്തിനു വേണ്ടി ഓരിയതായ കുടം അവള് മാറ്റിവെച്ചിട്ട് അരുമനാഥന്റെ ആ കണ്ടുമുട്ടിയ ആ സന്തോഷത്തിൽ അവൾ ആ ജീവന്റെ ജലം സ്വീകരിക്കുന്ന അനുഭവങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. യെശയ്യാ പ്രവചനം 12:3 അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് സഹസ്രാബ്ദത്തിൽ മശിഹായുടെ കീഴിൽ ഇസ്രായേൽ പൂർണ്ണമായി കൂട്ടിച്ചേർക്കുമ്പോൾ സംഭവിക്കുന്നതായ കാര്യമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അന്നാളിൽ എന്ന പദം അവിടെ എടുത്ത് പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അഥവാ ഇസ്രായേൽ വാഗ്ദത്ത മശിഹയെ തള്ളിക്കളഞ്ഞു. ഇന്നും അവര് ആ അസ്വസ്ഥത അനുഭവിക്കുകയാണ്. ഇന്നും യുദ്ധത്താലും അതേപോലെയുള്ളതാകുന്ന അനുഭവങ്ങളാലും അവര് പരസ്പരം അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോട് ഒക്കെ അവര് യുദ്ധം ചെയ്ത് കീഴടക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ വൈരികളെ ഒതുക്കുവാൻ ഒക്കെ നോക്കി അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ അനുഭവങ്ങളാണല്ലോ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതെ, എന്നാൽ ആ ഇസ്രായേൽ പൂർണ്ണമായി അവർ ആ അരുമനാഥന്റെ അടുക്കലേക്ക് കടന്നു വരികയും അവർ സ്വസ്ഥത അനുഭവിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്ക് സഹസ്രാബ്ദത്തിൽ കാണുവാനായിട്ട് കഴിയും. അതേ പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്റെ പുറകെ പോകുന്നവർ ഈ ലോകത്തിന്റെ അനുഭവങ്ങളിൽ ആ സന്തോഷവും സമാധാനവും കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് പരാജയത്തിലേക്കും നിരാശയിലേക്കും മനുഷ്യനെ എത്തിക്കുമ്പോൾ ഈ സ്വസ്ഥതയുള്ളതാകുന്ന വെള്ളം അവന്റെ പ്രാണനെ തണുപ്പിക്കുന്നതാണ്. അനേകരുടെ പ്രാണൻ അത് കറുത്തിരുണ്ട് അല്ലെങ്കിൽ പാപത്തിന്റെ കരാള ഹസ്തങ്ങളിൽ പിടഞ്ഞു കിടക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെ അവന്റെ പ്രാണന് തണുപ്പ് ലഭിക്കണമെങ്കിൽ ഈ സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തിലേക്ക് കടന്നു എന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ക്രിസ്തു പറഞ്ഞു, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ അവിടുന്ന് ഇപ്രകാരം പറയുവാൻ ഇടയായല്ലോ, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുമെന്ന്. അതെ, ആ ക്രിസ്തുവാകുന്ന ആ സ്വസ്ഥതയുള്ള വെള്ളത്തിന് മാത്രമേ മനുഷ്യന്റെ പ്രാണനെ തണുപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് വീണ്ടും നാം മനസ്സിലാക്കിക്കൊണ്ട്, അതെ, ആ നല്ല ഉറവയിലേക്ക്, ആ ജീവന്റെ ഉറവയിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീരട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരികിലും, പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരികിലും, ക്ഷേമമായി പോറ്റുന്നെന്നെയും സ്നേഹമോടൻ യേശുനായകൻ. ക്ഷേമമായി പോറ്റുന്നെന്നെയും സ്നേഹമോടൻ യേശുനായകൻ. യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. ശത്രുവിന്റെ പാളയത്തിലും ശ്രേഷ്ഠഭോജ്യമേകിടുന്നവൻ, ശത്രുവിന്റെ പാളയത്തിലും ശ്രേഷ്ഠഭോജ്യമേകിടുന്നവൻ. നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും. നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും. യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹ് നല്ല ഇടയൻ